നമ്മുടെ സമൂഹത്തിൽ പല ആളുകൾക്കും മറ്റുള്ളവരെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറയുന്നത് വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. എന്നാൽ അവർ വിചാരിക്കുന്നതിനേക്കാളൊക്കെ ഒരുപാട് നല്ല ആളുകൾ തിങ്ങി നിറഞ്ഞ് നമ്മുടെ ദേശത്തുണ്ട്. അവരെ കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്, ആവശ്യമാണ്. അല്ലാതെ മുൻവിധിയോടെ ഓരോരുത്തരും അവർ അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നൊന്നും പറയുന്നത് ശരിയായ ഒരു കാര്യമല്ല എന്നാണ് എൻ്റെ ചിന്ത. ഞാനിത് പറഞ്ഞത് പല ആളുകളും പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇന്നയാൾ വാക്ക് പറഞ്ഞാൽ പാലിക്കത്തില്ല, അന്നേരത്തെ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് എന്തെങ്കിലും പറയും, എന്നാൽ പിന്നത്തേതിൽ മറന്നുപോയെന്നോ അല്ലെങ്കിൽ ഒക്കത്തില്ലെന്നോ ഒക്കെ പറഞ്ഞ് ഒഴിഞ്ഞു കളയും. ഞാൻ മനസ്സിലാക്കിയിടത്തോളം മിക്കവാറും എല്ലാ ആളുകളും തന്നെ അവർ പറയുന്ന കാര്യത്തിൽ സ്ഥിരമായി നിൽക്കുവാൻ ശ്രമിക്കുന്നവരാണ്. നമ്മൾ ഓരോരുത്തരും അളക്കുന്ന അതേ അളവിനാൽ ദൈവം നമുക്കും അളന്ന് തിരിച്ചു തരുമെന്നുള്ളത് വാസ്തവമാണ്. വാക്ക് പാലിക്കുക എന്നതുപോലെ തന്നെയാണ് അന്യോന്യം വിശ്വസ്തരായിരിക്കുക, വിശ്വാസമുള്ളവരായിരിക്കുക എന്നതും. അത് ഒരു നല്ല ഗുണവുമാണ്. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ ധ്യാനത്തിനായി 89 സങ്കീർത്തനം 34 വാക്യം വായിക്കട്ടെ. ഞാൻ എൻ്റെ നിയമത്തെ ലംഘിക്കുകയോ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം വരുത്തുകയോ ചെയ്യുകയില്ല. ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്ക് പറഞ്ഞാൽ മാറാത്തവനുമെന്ന് ആരോടും പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ദൈവത്തെ വിശ്വസിക്കുന്ന ഏതൊരാൾക്കും അവരുടെ ജീവിതത്തിലെ ഏതെങ്കിലുമൊക്കെ അവസരങ്ങളിൽ ദൈവത്തിൻ്റെ വിശ്വസ്തത തിരിച്ചറിയത്തക്കവണ്ണം അനുഭവങ്ങളുണ്ടാവും. ഒരിക്കൽ ഒരു വീട്ടിൽ തൻ്റെ മക്കളെ കാര്യങ്ങളെല്ലാം ഭരമേൽപ്പിച്ചിട്ട് മാതാപിതാക്കൾ ഒരു യാത്ര പോയി. മക്കൾ അത്ര തീരെ ചെറിയവരൊന്നുമല്ല കേട്ടോ. ഇവരോട് ഓരോരുത്തരോടും ഓരോ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ചിട്ടാണ് മാതാപിതാക്കന്മാർ പോയത്. ഒരാളോട് പറഞ്ഞത് വീട് നല്ലവണ്ണം സൂക്ഷിച്ചു കൊള്ളണം, രാത്രി ഉറങ്ങും മുമ്പ് കതകെല്ലാം ഭദ്രമായി അടയ്ക്കണം, ഗേറ്റ് പൂട്ടണം തുടങ്ങി സുരക്ഷാ കാര്യങ്ങളെ ഒരാളെ ഏൽപ്പിച്ചു. അടുത്തയാളോട് പറഞ്ഞു നമ്മുടെ പറമ്പും പരിസരവുമൊക്കെ വൃത്തിയായി സൂക്ഷിക്കണം, പ്രത്യേകിച്ചും വീടിന് മുമ്പിലുള്ള പുൽത്തകിടി നല്ലോണം വെട്ടി സൂക്ഷിക്കണം. മൂന്നാമതൊരാളോട് പറഞ്ഞത് എല്ലാ ദിവസവും പോസ്റ്റുകൾ ചെക്ക് ചെയ്യണം, അതായത് കത്തുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി പോസ്റ്റ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്ത് സൂക്ഷിക്കണം. ഇവർ യാത്ര പുറപ്പെട്ട് കുറെ കഴിഞ്ഞപ്പോൾ ആകെപ്പാടെ ഇവർക്കൊരു അങ്കലാപ്പ്. മക്കൾ ആരെങ്കിലും അവർ പറഞ്ഞതുപോലെ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ഇങ്ങനെയുള്ള ആകുല ചിന്തകൾ അവരെ ഭരിക്കാൻ തുടങ്ങി. അവരുടെ സ്വസ്ഥതയും നഷ്ടപ്പെട്ടു. ഏതായാലും അവർ പ്ലാൻ ചെയ്തതിനേക്കാൾ ഒരു 2-3 ദിവസം മുൻപേ തന്നെ അവർ മടങ്ങിയെത്തി. ഇങ്ങനെയുള്ള വെപ്രാള ചിന്തകൾ മനസ്സിൽ കയറിയതുകൊണ്ടാണ് അവർ മടങ്ങിയെത്തിയത് ഇത്ര വേഗത്തിൽ. വീട്ടിൽ വന്ന് കയറിയപ്പോഴാണ് അവർക്ക് സമാധാനമായത്. അവർ ഭയപ്പെട്ടതുപോലെയൊന്നുമല്ലായിരുന്ന കാര്യങ്ങൾ അവരോട് പറഞ്ഞതുപോലെ തന്നെ ഓരോ മക്കളും കൃത്യമായി കാര്യങ്ങൾ നിർവഹിച്ചിരുന്നു. നമ്മുടെ ആളുകൾ അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും അല്ല, നമ്മളിൽ പലരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ചില ആളുകളുടെ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ ദൈവത്തിൽ അവർ വിശ്വസിക്കുന്നുണ്ട്, ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ട്, ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിരുന്നാലും ദൈവം പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ വാഗ്ദത്തം ചെയ്ത കാര്യങ്ങളൊക്കെ നിറവേറ്റപ്പെട്ടില്ലെങ്കിൽ നമ്മുടെ ഭാവി എന്തായിത്തീരും, മക്കളുടെ ഭാവി എന്തായിത്തീരും? ഇങ്ങനെയുള്ള ആകുലതകളാണ് അവരെ അലട്ടുന്നത്. അതിൻ്റെ പ്രധാന കാരണം മറ്റൊന്നുമല്ല, അവർ വിശ്വസിക്കുന്ന ദൈവത്തെ, അവർ ആശ്രയിക്കുന്ന ദൈവത്തെ വെറും വാക്കുകൾ മാത്രമേ ഉള്ളൂ. വേണ്ട നിലകളിൽ വിശ്വാസവും ആശ്രയവും ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ആകുലതകൾ ഉണ്ടാവുന്നത്. ഈ മക്കൾ അപ്പനും അമ്മയും പറഞ്ഞതുപോലെ കാര്യങ്ങൾ കൃത്യമായി നിർവഹിച്ചെങ്കിൽ, നിങ്ങളോട് വാക്കു പറഞ്ഞ് സകലതും അങ്ങനെ തന്നെ നിർവഹിച്ച് നിങ്ങളെ സഹായിക്കുന്ന ഒരു ദൈവത്തെയാണ് നിങ്ങൾ സേവിക്കുന്നത്. പ്രതികൂലങ്ങൾ കണ്ടുകൊണ്ട് നിങ്ങൾ ആശങ്കാകുലരാകരുത്. ചില സമയങ്ങളിൽ നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ വല്ലാതെ കാർമേഘവും ഇടിമിന്നലുമൊക്കെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അപ്പോഴും ആകാശയാത്രകൾ ആരും കുറയ്ക്കാറില്ല. എല്ലാ ദിവസവും സാധാരണ പോലെ തന്നെ വിമാനങ്ങൾ അതുവഴി പോകുന്നുണ്ട്. കടലിലേക്ക് നോക്കിയാലും അങ്ങനെ തന്നെയാണ്. ചില പ്രത്യേക സമയങ്ങളിൽ നമ്മെപ്പോലും കരയ്ക്ക് നിൽക്കുന്നവരെ പോലും ഭയപ്പെടുത്തുന്ന നിലകളിലുള്ള തിരമാലകളാണ് ഉയർന്നു വരുന്നത്. എന്നാൽ ആ സമയത്തും കടലിൽ കപ്പലുകൾ യാത്രയിലുണ്ട്. നമ്മൾ ഭയപ്പെടുന്നത് പോലെ അല്ല കേട്ടോ, ഇതൊക്കെ നിയന്ത്രിക്കാൻ ഒരു നിയന്ത്രിതാവുണ്ട്. ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ ഈ കപ്പലും വിമാനവും ഒക്കെ നിയന്ത്രിക്കുവാൻ അതിൻ്റെ ചുമതലക്കാർക്ക് കഴിയുമെങ്കിൽ, ഇത്രയും വലിയ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവത്തിന് നിങ്ങളുടെയും എൻ്റെയും നിസ്സാര കാര്യങ്ങൾ വേണ്ട നിലകളിൽ ക്രമീകരിക്കാൻ കഴിയില്ലെന്നാണോ ചിന്തിക്കുന്നത്? പ്രവാചകനായ യെശയ്യാവ് പറയുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. ഇത്
എത്ര വലിയ ആശ്വാസമാണ് നമ്മൾ പകരേണ്ടത്. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കത്തില്ല എന്ന് തന്നെയാണ് ഉറപ്പ് തന്നിരിക്കുന്നത്. എത്ര ബലഹീനാവസ്ഥയിലും ആരുടെയും പരപ്രേരണയില്ലാതെ, ആരുടെയും കൂടെയുള്ള സഹായങ്ങളില്ലാതെ നമുക്ക് ആശ്വസിക്കാൻ വകയുണ്ട്. ഞാൻ നിന്നെ ശക്തീകരിക്കുമെന്ന് ദൈവം പറഞ്ഞ വാക്കിൽ വിശ്വസിച്ചാൽ നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിട്ടുള്ള ഒരു നന്മയും മുടക്കുവാൻ ദൈവം സമ്മതിക്കത്തില്ല. തക്ക സമയത്ത് കൃത്യതയോടെ അതെല്ലാം നമുക്ക് നമ്മുടെ കരങ്ങളിൽ അനുഭവിക്കത്തക്ക നിലകളിൽ എത്തിച്ചേരും എന്നുള്ളത് വിശ്വസിക്കുക. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അനാവശ്യമായ ആകുല ചിന്തകൾ വിട്ട് അങ്ങയിൽ പൂർണ്ണമായിട്ടും ആശ്രയിച്ച് മുന്നേറുവാൻ നിങ്ങളെ സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമീൻ.